ശ്രീ വി ആർ അനൂപ്, ഇപ്പോൾ നാരീശക്തിക്ക് പ്രാധാന്യം നൽകി സ്ത്രീകൾക്കായി നിൽക്കുന്ന സർക്കാർ എന്ന് കേന്ദ്രം അവകാശപ്പെടുമ്പോഴാണ് ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ഇത് ഇപ്പോൾ പാർലമെന്റിൽ പ്രതിഷേധിക്കുന്നു, പാർലമെന്റിൽ ശക്തമായി പ്രതികരിക്കുന്നു എന്നതിനപ്പുറം പ്രതിപക്ഷം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിലേക്ക് ഞാൻ വരാം സ്മൃതി. അതിനു മുമ്പ് ഈ പെരുമാറ്റത്തെക്കുറിച്ച് ഇവരുടെ അജണ്ട വളരെ കൃത്യമാണ്. ഇപ്പോൾ ശ്രീനിവാസൻ അഭിനയിച്ചൊരു മലയാള സിനിമ സ്മൃതി കണ്ടു കാണുമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ അയാൾ വ്യാജ ഡോക്ടറാണ്. തലവേദനയ്ക്ക് മരുന്ന് മേടിക്കാൻ വരുമ്പോൾ അയാൾക്ക് മോഡേൺ മെഡിസിനും അറിയില്ല, ആയുർവേദം അറിയില്ല. അപ്പൊ തലവേദനയ്ക്കുള്ള മരുന്ന് ക്രോസിനാദി വടകം എന്ന് പറയുന്നത് പോലെ IPC എന്നുള്ളത് അദ്ദേഹം വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. IPC ഞങ്ങൾ ഭാരതീയ ന്യായ സംഹിതയാക്കിയില്ലെന്ന് പറയുമ്പോൾ പേരങ്ങം മാറ്റുകയാണ്. ഈ വടകം എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ ടേസ്റ്റ്, ഈ റാം വരുമ്പോൾ ഒരു ഹിന്ദുത്വ ടേസ്റ്റ്. ഇതാണ് ഇവരുടെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. ഒരു ഹിന്ദുത്വവൽക്കരണത്തെ ഒളിച്ചു കടത്തുക എന്നുള്ളതാണ് ഈ പേരുമാറ്റങ്ങളുടെ പിന്നിലുള്ള പ്രഖ്യാപിതമായ അജണ്ട എന്ന് പറയുന്നത്. നിഷ്കളങ്കല്ലാന്നേ. പിന്നെ നേരത്തെ പറഞ്ഞൊരു ആരോപണത്തോട്, നേരത്തെ പറഞ്ഞൊരു വസ്തുതയോട് ഇപ്പോഴും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഗാന്ധി വധത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംഘടനയെ സംബന്ധിച്ച് ഗാന്ധിയുടെ പേര് മാറ്റുക എന്ന് പറയുന്നത് തുലവും വലിയ കാര്യമല്ലെന്നേ. ഇപ്പോഴും ഗാന്ധി വധത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ അന്വേഷിച്ച കപൂർ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ അതിന് പ്രത്യയശാസ്ത്രപരമായ പിൻബലം കൊടുത്തത് RSS ആണെന്നുള്ള കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? RSS അതിനുശേഷം നിരോധിക്കപ്പെട്ട സംഘടനയല്ലേ. അപ്പൊ സ്വാഭാവികമാണ് ഗാന്ധിയുടെ ഓർമ്മകളെ ഈ പറയുന്ന തമസ്കരിക്കാനും തിരസ്കരിക്കാനും നടത്തുന്ന പരിശ്രമങ്ങളിൽ ആ സംഘപരിവാർ ഭരണകൂടം മുന്നിൽ തന്നെ നിൽക്കുന്നേ. ഇത് വളരെ കൃത്യമായി ചരിത്രത്തെ തന്നെ പറിച്ചു മാറ്റാനുള്ള വലിയ പരിശ്രമമാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തൊഴിൽ എന്നതിനെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? തൊഴിൽ എന്ന് പറയുന്നത് ഒരു ഭരണകൂടം നൽകുന്ന ചാരിറ്റി അല്ല, അതൊരു അവകാശമാണ്. ഒരു റൈറ്റ് ബേസ്ഡ് അപ്രോച്ചാണത്. അവകാശത്തിൽ അധിഷ്ഠിതമായ സമീപനം. അതാണ് UPA കൊണ്ടുവന്ന ഇപ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷന്റെ പ്രത്യേകത. അതാണ് നിങ്ങൾക്കൊരു വിവരം അറിയുക, ഒരു സർക്കാർ ഓഫീസിൽ വിവരം അറിയുക എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശമാണ്. ഒരു റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് നമ്മുടെ ഗവർണൻസിൽ കൊണ്ടുവന്നു എന്നുള്ളതിനെ അതിനെ തിരിച്ചിടാണ്. ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിലേക്ക് ഈ പറയുന്ന അതിനെ ഒരു ഹിന്ദുത്വ ഫ്യൂഡൽ ശൈലിയിലേക്ക് കൊണ്ടുപോവുകയും അപ്പുറത്ത് നിൽക്കുന്ന പ്രധാന സേവകൻ എന്ന് പറയുന്നുകൊണ്ട് തന്നെ ഒരു പ്രധാന രാജാധികാരിയെ പോലെ നിൽക്കുകയും അയാളുടെ ചാരിറ്റിയായി, മോദിയുടെ ചാരിറ്റിയായി, പ്രധാനമന്ത്രിയുടെ ഉദാരതയായി ഇതിനൊക്കെ പ്രധാനമന്ത്രിയുടെ പേരിൽ ചാർത്തുന്ന ഒരു പുതിയ പരിഷ്കാരമാണെന്ന് ഇത്. ഇവിടെ അദ്ദേഹം എന്തോ വലിയ കാര്യമായിട്ടാണ് പറയുന്നത്. JNU ഇപ്പോഴും ഞങ്ങൾ അവശേഷിപ്പിച്ച് വെച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നത് എന്തോ വലിയ BJP സംഘപരിവാർ ഈ രാജ്യത്തിന് കൊടുക്കുന്ന എന്തോ വലിയ ഒരു മോഡറേഷൻ ആയിട്ടാണ് പറയുന്നത്. ഇവിടെ യാഥാർത്ഥ്യം എന്താ? ഇവരെ സംബന്ധിച്ച് ഈ പറയുന്ന ചരിത്രവിരുദ്ധരായ ആളുകളാണ്, സ്വന്തമായി ചരിത്രമില്ലാത്ത ആളുകളാണ്, ജനാധിപത്യത്തിന്റെ എല്ലാ പ്രയോഗങ്ങളോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതിനെതിരെ ഒരു പരസ്യമായി യുദ്ധപ്രഖ്യാപനമാണ് നടത്തുന്നത്. പാർലമെന്റിന് പോലും ഒരു പേടിയല്ലേ? പാർലമെന്റിൽ നടക്കുന്ന ഇത്തരം നിയമനിർമ്മാണം നടക്കുമ്പോൾ പാർലമെന്റിന് പുച്ഛിക്കുന്ന സമീപനം. അദ്ദേഹം പാർലമെന്റിനെ കുറിച്ചൊക്കെ എനിക്ക് അറിയാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ പാർലമെന്ററി സിസ്റ്റത്തോടുള്ള സംഘപരിവാറിന്റെ സമീപനം എന്താണ്? എത്ര ചർച്ചകൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രി അഭിമുഖീകരിച്ചിട്ടുണ്ട്? ഗൗരവമായി രാജ്യം ചർച്ച ചെയ്യേണ്ട എത്ര വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്? ഒരു ശരാശരി സംഘപരിവാറുകാരന്, ഒരു ശരാശരി സംഖ്യക്ക് പാർലമെന്റിനോടും ജനാധിപത്യത്തോടുള്ള അസഹിഷ്ണുതയുടെ പ്രതിനിധാനം തന്നെയാണ് ഇവിടെ സംഘപരിവാർ പ്രതിനിധിയും കാണിക്കുന്നത്. പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ തയ്യാറില്ല. ഇത്തരം നിയമങ്ങളെ പിൻവാതിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതിനകത്ത് കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ ഒരു അവകാശ ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു നിയമനിർമ്മാണത്തെ തന്നെ കടപുഴക്കുന്ന സമീപനം ഉണ്ടാവുകയാണ്. ഇതിനെതിരെ വളരെ നേരത്തെ പറഞ്ഞിടത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കൃത്യമായി രാജ്യത്തെ വ്യത്യസ്തതകളും വ്യതിരക്തതകളും നിലനിൽക്കുമ്പോൾ തന്നെ അത് യോജിക്കുന്ന വിഭാഗങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിനെതിരെ ഒരു വലിയ സമര രൂപം കൊടുക്കാൻ ഒരു പ്രധാന പ്രതിപക്ഷ കക്ഷി എന്നുള്ള റോൾ കോൺഗ്രസ് നിർവഹിക്കുക തന്നെ ചെയ്യുന്നുള്ള കാര്യം സംശയമില്ല. ഇവർ തെറ്റിപ്പോകുന്നത്, ഇവർക്ക് തെറ്റുപറ്റുന്നത്. ഇപ്പൊ ഗാന്ധിയെ എളുപ്പത്തിൽ ഇവിടെ നിന്ന് തമസ്കരിക്കുക എന്ന് പറയുന്നത് സംഘപരിവാർ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണോ? ഇതിനകത്ത് ഗാന്ധി വധം തുടങ്ങി ബാബറി മസ്ജിദിന്റെ പൊളിക്കൽ വരെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഗാന്ധിയൻ മൂല്യങ്ങളെ, സഹിഷ്ണുതയൊക്കെ വളരെ കൃത്യമായി ആസൂത്രിതമായി ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളുകളെ സംബന്ധിച്ച് ഗാന്ധി വലിയൊരു പ്രതിബന്ധമാണ്. ഗാന്ധി എന്ന് പറയുന്ന സംഘപരിവാറിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും രാഷ്ട്രീയമായ ഒരു പ്രതിബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിയെ പേരിൽ നിന്ന് നിൽക്കുക, ഗാന്ധിയൻ മൂല്യങ്ങൾ നിൽക്കുക, അവസാനത്തെ മനുഷ്യനെ അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്ന ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രത്തെ തിരസ്കരിക്കുക. വളരെ കൃത്യമായി ഗാന്ധിയെ മാത്രമല്ല
ഗാന്ധിയൻ ഉള്ളടക്കങ്ങളെ കൂടി തിരസ്കരിക്കുന്ന ഒരു നിയമനിർമ്മാണമായി മാത്രമേ ഇതിനെ കാണൂ. അതുപോലും നിയമത്തിനകത്ത് വളരെ കൃത്യമായി ഒളിച്ചു കടത്തുകയും ഈ പാർലമെന്റിനെ അഭിമുഖീകരിക്കുന്നതിനും അഭിസംബോധന ചെയ്യുന്നതിനും പരാജയപ്പെട്ട സർക്കാർ ചെയ്യുന്ന പതിവ് നാടകമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.